consider the registers, okay, which are concerned in the serial data communication. Now first register is SBUF register, and this is a that is a buffer register, and it is a 8-bit register used solely for the serial communication. For a byte data to be transferred via the T-cross-D line, it must be placed in S buffer register. The moment a byte is written into S buffer, it is framed within the start and stop bits and transferred serially via the T-cross-D line. S buffer holds the byte of data which when it is received by 8051 R cross D line. അതായത് ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസിൽ, അതായത് ഇപ്പോൾ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ T-cross-D ലൈൻ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആദ്യം ഈ എസ് ബഫർ രജിസ്റ്ററിലാണ് ആ ഡേറ്റ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വൺസ് ഇറ്റ് ഇസ് റിട്ടൺ, ആ ഒരു എസ് ബഫറിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഫ്രെയിംഡ് വിത്ത് ദ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ് വെച്ചിട്ട് അത് അവിടെ ആഡ് ചെയ്യും അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യും. ആൻഡ് അത് ട്രാൻസ്ഫർഡ് സീരിയലി അത് ട്രാൻസ്ഫർ ചെയ്തു T-cross-D ലൈനിൽ. ഓക്കെ, ഇനി റിസീവ് ചെയ്യുമ്പോൾ അതേ സമയത്ത് എസ് ബഫർ ഹോൾഡ്സ് ദ ഡേറ്റ വെൻ ഇറ്റ് ഇസ് റിസീവ്ഡ്. ഇപ്പോൾ റിസീവ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഈ എസ് ബഫർ രജിസ്റ്ററിലാണ് അത് റിസീവ് ചെയ്യുന്നത്. ആൻഡ് വെൻ ദ ബിറ്റ്സ് ആർ റിസീവ്ഡ് സീരിയലി വയ ആർ ക്രോസ് ഡി, the 8051 deframes it by eliminating the start and stop bits, then placing the byte in S buffer. അതായത് ഇവിടെ എപ്പോഴാണോ ആ ഒരു ആർ ക്രോസ് ഡി ലൈനിലാണ് ഇനി ഡേറ്റ റിസീവ് ചെയ്യുന്നത് സീരിയലി. അപ്പോൾ ആ ബിറ്റ്സ് റിസീവ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ് അവിടെ നിന്ന് ഒഴിവാക്കുന്നു. അതിനുശേഷം ഡേറ്റ അവിടെ ആ ബൈറ്റ് എസ് ബഫർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഈ രണ്ട് രീതിയിലും, അതായത് ട്രാൻസ്മിഷൻ സമയത്തും റിസീവിങ് സമയത്തും എസ് ബഫർ രജിസ്റ്റർ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. Next register is that is serial control register, that is SCON register. Now serial control register is an 8-bit register used to program the start bit, stop bit and data bits of data framing among other things. അതായത് ഇതിൽ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതാണ് ഫോർമാറ്റ്. ഇപ്പോൾ എക്സാമിന് നമ്മൾ കൂടുതലും എല്ലാ രജിസ്റ്റേഴ്സിൻ്റെയും ഫോർമാറ്റാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫോർമാറ്റ് വരച്ച് അതിൻ്റെ ഓരോ ബിറ്റിൻ്റെയും ഓരോ ബിറ്റിലും എന്താണത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഫങ്ഷൻ, അത് പറയേണ്ടി വരും. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇതാണ് SCON രജിസ്റ്റർ, സീരിയൽ കൺട്രോൾ രജിസ്റ്റർ, സീരിയൽ പോർട്ട് കൺട്രോൾ രജിസ്റ്റർ എന്ന് പറയും, SCON. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിപ്പം 8 ബിറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ വി ഹാവ് ദ MSB, ദാറ്റ് ഈസ് MSB എന്ന് പറയുന്നത് SCON.7, അതാണ് അതിൻ്റെ ബിറ്റ്. ഓക്കെ, ആ ബിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് SCON.7, അതായത് അതാണ് MSB. ഓക്കെ, SCON.0 അതാണ് LSB. ഓക്കെ, അപ്പോൾ ഇവിടെ SM0 ആൻഡ് SM1 that will be the represented by 7th and the 6th bit, and it is a serial port mode specifier. ഓക്കെ, മോഡ് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഈ 2 ബിറ്റ്സ്. Then SM2, that is used for multiprocessor communication. Okay, then next bit is REN, that is set or cleared by software to enable or disable the reception. അതായത് REN എന്ന് പറയുമ്പോൾ അത് എനേബിൾ അല്ലെങ്കിൽ അതായത് സെറ്റ് ആണെങ്കിൽ അത് എനേബിൾ ചെയ്യാനും, ക്ലിയർ ആണെങ്കിൽ 0 ആണെങ്കിൽ അത് റിസപ്ഷൻ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയാണ്. Then we have TB8 and RB8, they are not widely used. Okay, then we have TIRI, that is transmit interrupt flag, and RI, that is the receive interrupt flag. Okay, അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻ നമുക്ക് നോക്കാം. Then also note that make SM2 then TB8 RB8 to be 0. അതെപ്പോഴും ആ രീതിയിലായിരിക്കും. അതായത് SM2 എന്ന് പറയുന്നത് മൾട്ടി പ്രോസസ്സർ കമ്മ്യൂണിക്കേഷനാണ്, അപ്പോൾ അത് 0 ആയിരിക്കണം എപ്പോഴും. TB8ഉം RB8ഉം അതേപോലെ തന്നെ നോട്ട് വൈഡ്ലി യൂസ്, അതുകൊണ്ട് അത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നോക്കാം. അതായത് ഇവിടെ TI അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് എന്ന് പറയുന്നത് സെറ്റ് ബൈ ഹാർഡ്വെയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോപ്പ് ബിറ്റ് ഇൻ മോഡ് 1. ഓക്കെ, മോഡ് 1ലാണെങ്കിൽ അത് സെറ്റ് ആവും. ഓക്കെ, ബിഗിനിങ് ഓഫ് ദ സ്റ്റോപ്പ് ബിറ്റിൽ. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ വഴി അത് ക്ലിയർ ചെയ്യണം. ദെൻ RI എന്ന് പറയുന്നത് റിസീവ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് സെറ്റ് ബൈ ദ ഹാർഡ്വെയർ ഹാഫ് വേ ത്രൂ സ്റ്റോപ്പ് ബിറ്റ് ടൈം. അതായത് ഹാഫ് വഴി, അതായത് സ്റ്റോപ്പ് ബിറ്റിൻ്റെ ഹാഫ് ആകുമ്പോഴത്തേക്കും അത് സെറ്റാവും ആൻഡ് ക്ലിയർ ചെയ്യണം സോഫ്റ്റ്വെയർ വഴി.
അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ബിറ്റിൻ്റെയും. അതായത് SM0 SM1 എന്ന് പറഞ്ഞല്ലോ, അതെന്ന് പറഞ്ഞാൽ MSB ബിറ്റും അതായത് 7th 6th ബിറ്റുമാണ്. ദേ ഡിറ്റർമൈൻ ദ ഫ്രെയിമിംഗ് ഓഫ് ദ ഡേറ്റ ബൈ സ്പെസിഫൈങ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ ക്യാരക്ടർ ആൻഡ് ദ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ്സ്. അതായത് ഇവിടെ നമുക്ക് SM0 SM1 00 ആണെങ്കിൽ സീരിയൽ മോഡ് 0 ആണ്. ദെൻ SM0 SM1 01 ആണെങ്കിൽ സീരിയൽ മോഡ് 1, ദാറ്റ് ഈസ് 8-bit ഡേറ്റ, 1 സ്റ്റോപ്പ് ബിറ്റ് 1 സ്റ്റാർട്ട് ബിറ്റ്. ഓക്കെ. ദെൻ വി ഹാവ് 10 ആണെങ്കിൽ സീരിയൽ മോഡ് 2, 11 ആണെങ്കിൽ സീരിയൽ മോഡ് 3. അപ്പോൾ എപ്പോഴും നമ്മൾ അതായത് ഏത് പ്രോഗ്രാമിങ്ങും ചെയ്യുമ്പോഴും സീരിയൽ മോഡ് 1 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മോഡ് 1 ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 8-bit ഡേറ്റ ആയിരിക്കും, ഒരു സ്റ്റോപ്പ് ബിറ്റും ഒരു സ്റ്റാർട്ട് ബിറ്റും ആയിരിക്കും. ഓക്കെ, 1 സ്റ്റോപ്പ് ബിറ്റ് 1 സ്റ്റാർട്ട് ബിറ്റ്, സീരിയൽ മോഡ് 1. ഓക്കെ, ഓൺലി മോഡ് 1 is used. Okay, then SM2, this enables the multiprocessing capability of 8051. അപ്പോൾ multiprocessing capability വേണമെങ്കിൽ ഈ ഒരു ബിറ്റ് യൂസ് ചെയ്യാം. Then next is REN, that is receive enable. When it is high, it allows 8051 to receive data on R cross D pin. If low, the receiver is disabled. ഓക്കെ, സോ REN എന്ന് പറയുന്നത് റിസീവ് എനേബിൾ ചെയ്യാൻ വേണ്ടിയാണ്, അതായത് ഡേറ്റ റിസീവ് ചെയ്യാൻ വേണ്ടി ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഹൈ ആകുമ്പോൾ അത് റിസീവ് ചെയ്യാൻ പറ്റും ഡേറ്റ, R cross D പിന്നിലാണ് ആ ഡേറ്റ റിസീവ് ചെയ്യുന്നത്. ലോ ആണെങ്കിൽ റിസീവർ ഡിസേബിൾഡ് ആണ്. Then we have the transmit interrupt, that is TI. Okay, now when 8051 finishes the transfer of 8-bit character, it raises TI flag to indicate that it is ready to transfer another byte. TI bit is raised at the beginning of the stop bit. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫ്ലാഗ് ആണ് ആക്ച്വലി. ഇത് പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ആവശ്യം വരും, അത് ഓർക്കുക. അതായത് TI എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് ആണ്. അപ്പോൾ ഒരു 8051 ഡേറ്റ ട്രാൻസ്ഫർ ഫിനിഷ് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലാഗ് ഹൈ ആക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഇസ് റെഡി ടു ട്രാൻസ്ഫർ അനദർ ബൈറ്റ്, അതായത് ഒരു ബൈറ്റ് കംപ്ലീറ്റ് ആയി അടുത്ത ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ റെഡിയാണ്, അത് അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ബിഗിനിങ് ഓഫ് സ്റ്റോപ്പ് ബിറ്റ് ആണ് ഈ ഒരു TI ബിറ്റ് 1 ആവുന്നത്. Similarly, we have RI bit, that is receive interrupt. So when 8051 via 80 that is via R cross D pin, then it gets rid of the start and stop and places the byte in S buffer. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ഒരു ബൈറ്റ് R cross D പിന്നിലേക്ക് വരുന്ന സമയത്ത് സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും അവിടുന്ന് ഒഴിവാക്കും, എലിമിനേറ്റ് ചെയ്യും, ഒഴിവാക്കും. അതിനുശേഷം S buffer രജിസ്റ്ററിൽ ആ ഡേറ്റ ബൈറ്റ് പ്ലേസ് ചെയ്യും. ആ സമയത്ത് ഇറ്റ് റേസസ് ദ RI ഫ്ലാഗ് ബിറ്റ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് എ ബൈറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ആൻഡ് ഷുഡ് ബി പിക്ഡ് അപ്പ് ബിഫോർ ഇറ്റ് ഇസ് ലോസ്റ്റ്. RI is raised halfway through the stop bit. അതായത് ഈ ഒരു RI ഫ്ലാഗ് ബിറ്റ് 1 ആവുമ്പോൾ അത് മനസ്സിലാക്കാനാണ്, അതായത് ഒരു ബൈറ്റ് റിസീവ് ആയിട്ടുണ്ട്, അപ്പോൾ അതുപോലെ തന്നെ അത് എടുക്കണം. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോസ്റ്റ് ആവും, അപ്പോൾ ലോസ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അത് എടുക്കണം. അതുപോലെ തന്നെ RI എന്ന് പറയുന്നത് ഹാഫ് വേ ത്രൂ ദ സ്റ്റോപ്പ് ബിറ്റ്, അതായത് സ്റ്റോപ്പ് ബിറ്റ് അതിൻ്റെ മിഡിലാണ് ഇത് 1 ആവുന്നത്. ഓക്കെ, ആൻഡ് SCON is a bit addressable register. അതായത് SCON എന്ന് പറയുന്നത് ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ SCON.7 SCON.6 അങ്ങനെ നമുക്കത് കൊടുക്കാൻ പറ്റും. ബിറ്റ് വൈസ് നമുക്കതിനെ സെറ്റ് അല്ലെങ്കിൽ റീസെറ്റ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് എല്ലാം ഈ ഒരു രജിസ്റ്ററിൽ ചെയ്യാൻ പറ്റും. അതാണ് ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ.